എന്റെ കൂടെ ഒന്ന് ചേർന്ന് വായിച്ചേട്ടെ. തന്റെ മുമ്പിൽ വെച്ചിരുന്ന, യേശുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തിട്ട്, വായിച്ചോ. സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. യേശു അപമാനം അലക്ഷ്യമാക്കി. ഉറക്കെ പറ. യേശുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തിട്ട് യേശു അപമാനം അലക്ഷ്യമാക്കി. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറ, യേശുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം നിങ്ങളാണ്. ഈ സന്തോഷം ഓർത്തപ്പോ, എന്നെ കണ്ടപ്പോ, സജിത്തിനെ സ്നേഹിച്ചപ്പോ, എന്നെ കണ്ടപ്പോ എന്നാ സംഭവിച്ചെന്നറിയാമോ? അപമാനം. വായിച്ച അടുത്തത്. അപമാനം അലക്ഷ്യമാക്കി. അപമാനം അലക്ഷ്യമാക്കി. ഇംഗ്ലീഷിൽ അതിന്റെ ആശയം കുറച്ചുകൂടെ നല്ലതാ, പക്ഷെ മലയാളത്തിൽ അത് വിശദീകരിച്ചാൽ നല്ലതാ. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. അവമാനം അലക്ഷ്യമാക്കി. അപ്പൊ യേശു ഒരു ജേർണിയിലായിരുന്നു, ഒരു യാത്രയിലായിരുന്നു. ഏത് യാത്രയിലേക്ക്? സന്തോഷത്തിലേക്കുള്ള യാത്രയിൽ. ശ്രദ്ധിക്കണം നിങ്ങൾ ആ പോർഷൻ. യേശു സന്തോഷത്തിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. ആ സന്തോഷത്തിലെ യാത്രക്കിടയില് യേശു ഒന്നിനെ അലക്ഷ്യമാക്കി. വായിച്ചു അതിനന്ന് വായിച്ച് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി. അപമാനം അലക്ഷ്യമാക്കി എന്ന മലയാളം അത് അത്രയ്ക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ അലക്ഷ്യമാക്കി എന്ന പദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ യഥാർത്ഥ ആശയം POC ബൈബിളോ ഇംഗ്ലീഷ് ബൈബിളോ ഒക്കെ വായിച്ചാൽ നിങ്ങൾക്ക് തുറന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ. ആ ആശയം ഇങ്ങനെയാ: അപമാനം മൈൻഡ് ചെയ്തില്ല. മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തപ്പോ ഇടയിലുള്ള അപമാനം മൈൻഡ് ചെയ്തില്ല. ഹല്ലേലൂയ. സന്തോഷത്തിന്റെ ഓർമ്മ അപമാനത്തെ പുറത്താക്കി. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന സംഭവം നിങ്ങൾക്ക് അറിയാവുന്നതാകയാൽ വിശദീകരണം കൂടാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന ഞാൻ എന്ന സന്തോഷം യേശു പ്രാപിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം അപമാനങ്ങൾ അവൻ ഏറ്റെടുത്തു, എന്തെല്ലാം അപമാനങ്ങൾ അവൻ സഹിച്ചു. പക്ഷെ ഈ സഹിച്ചപ്പോഴൊന്നും അയ്യോ എനിക്ക് അപമാനമാണ്, എനിക്കിനി ലക്ഷ്യം വേണ്ടേ എന്ന് അവിടുന്ന് പറഞ്ഞില്ല. ഓ ഹല്ലേലൂയ പറഞ്ഞേ. ഏതെല്ലാം അപമാനം അവിടുത്തേക്ക് ഏറ്റെടുത്തു. എന്തെല്ലാം. ദൈവപുത്രനെ വേശ്യാപുത്രൻ എന്ന് വിളിച്ചില്ലേ? പറ. ദൈവപുത്രനെ വേശ്യാപുത്രൻ എന്ന് വിളിച്ചില്ലേ? മന്ത്രവാദി എന്ന് വിളിച്ചില്ലേ നമ്മുടെ യേശുവിനെ? പറയൂ. ആ മുഖത്ത് കാർക്കിച്ച് തുപ്പിയില്ലേ? ആ താടിരോമങ്ങൾ പിഴുതു പറിച്ചില്ലേ? അപമാനിതനായി പീലാത്തോസിന്റെ വിധിക്കൂട്ടിൽ നിന്നില്ലേ? ഒന്നു കുറേ 40 അടികൾ ഒരു പാപി ഏൽക്കുന്ന പോലെ നീതിമാൻ ഏറ്റില്ലേ? നിങ്ങൾ ആ ചിത്രം ഒന്ന് കണ്ടോ. നിങ്ങളുടെ മുമ്പിലേക്ക് അത് തെളിഞ്ഞാലേ ഈ പറയുന്ന ആശയം മനസ്സിലാവുള്ളൂ. ഈ അപമാനം ഒന്നും താൻ അനുഭവിക്കേണ്ടിയിട്ട് അനുഭവിച്ചതല്ല. എത്ര പേര് ചിന്തിക്കുന്നുണ്ട് യേശു അത് അനുഭവിക്കേണ്ടതായിരുന്നു എന്ന്? അങ്ങനെ പറയുന്നവരൊന്ന് കരം ഉയർത്തിക്കേ. നോ. 1000 പേരിൽ ഒരാളുടെ പോലും കരം ഉയർന്നിട്ടില്ല. യേശു അത് അനുഭവിക്കേണ്ടിയിട്ട് അനുഭവിച്ചതല്ല, മറിച്ച് സന്തോഷം മുമ്പിൽ കണ്ടപ്പം ഇതൊന്നും തനിക്കൊന്നും അല്ലായിരുന്നു. അടിക്കുന്നവനോട് അവിടുത്തെ വാക്ക് അടിച്ചു പോടാ. താടിരോമം പിഴുതു പറിക്കുന്നവനോട് മുഴുവൻ പറിച്ചാലും എനിക്കൊന്നുമില്ല. കമോൺ കമോൺ. ഇവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. വായിച്ചോ വാക്ക് 12:2. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. കേട്ടോ, ക്രൂശിനെ സഹിക്കുകയും. അപ്പൊ ക്രൂശിനെ യേശു സഹിക്കാൻ കാര്യം അറിയാവുന്നവർ പറ. മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമാ. ക്രൂശ് തനിക്കൊരു ഭാരമായി തോന്നിയില്ല. കാരണം താൻ കണ്ടത് ക്രൂശിനെ അല്ല, താൻ കണ്ടത് ക്രൂശിന് ശേഷമുള്ള സന്തോഷത്തെ. എങ്ങനെയുണ്ട് ക്യാപ്റ്റൻ? എങ്ങനെയുണ്ട്? 3.5 കൊല്ലം ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യമേ അവിടുന്ന് ആദരിക്കപ്പെട്ടിട്ടുള്ളൂ. ഏതാ സന്ദർഭം നിങ്ങൾക്കറിയാമോ? ഒരൊറ്റ തവണ യെരൂശലേമിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങിയപ്പം ഒരു കഴുതയുടെ മേളിൽ കയറ്റി യഹൂദന്റെ പുതപ്പെല്ലാം കൂടെ വിരിച്ച് രാജാവിന് ഹോശന്ന എന്ന് പാടിക്കൊണ്ട്
ഒരൊറ്റ പ്രാവശ്യം ഒഴികെ ബാക്കി എല്ലാ പ്രാവശ്യവും റിജക്ഷൻ അവിടുന്ന് അനുഭവിച്ചു, തിരസ്കരണം അവിടുന്ന് അനുഭവിച്ചേ. അറിയാത്ത കേസിൽ പ്രതിക്കൂട്ടി നിന്നു, അറിയാത്ത ചെയ്യാത്ത തെറ്റിന്റെ ശിക്ഷ ഏറ്റെടുത്തു. താടിരോമങ്ങൾ പഴുത് പിഴുത് പറിക്കപ്പെട്ടവനായി, പുറമുഴവുചാല് പോലെ കീറപ്പെട്ടവനായി. കർത്താവേ, ഇതൊന്നും വന്നപ്പോഴും അങ്ങ് പിന്മാറിപ്പോകാൻ എന്റെ കാര്യം എന്നാ? പറ. ഇതെല്ലാം ഉണ്ടായപ്പോഴും അങ്ങ് പിന്മാറിപ്പോകാത്ത എന്റെ കാര്യം എന്നാ? എനിക്ക് മനസ്സിലാകുന്നില്ല. അറിയാൻ മേല ഞാൻ ചോദിക്കുക, അങ്ങ് ക്യാപ്റ്റനാ, ഞാൻ കളിക്കളത്തിൽ ഇറങ്ങിയ കളിക്കാരനാ, എന്നോടൊന്ന് പറഞ്ഞതാ, ഇതെല്ലാം സഹിച്ചിട്ടും അങ്ങനെ പിന്മാറിപ്പോകാഞ്ഞേ? ഓ, ഉറക്കെ പറ ജോമനെ. മുമ്പിൽ വെച്ചിരുന്ന ഞാൻ എന്ന സന്തോഷത്തെ ഞാൻ കണ്ടപ്പോ, സജ്ജത്തിനെ കണ്ടപ്പോ, സജ്ജത്തെ ചിരിക്കുന്ന കണ്ടപ്പോ, ഞാൻ തുള്ളിച്ചാടുന്ന കണ്ടപ്പം, ആണി അടിക്കുന്നവനോട് ചോദിച്ചു, 3 ഉള്ളോടാ, ഇനിയുണ്ടെങ്കിൽ എടുത്തോണ്ട് വാടാ. കുത്തി തുളയ്ക്കുന്നവനോട് പറഞ്ഞു, അരുത എന്ന് പറഞ്ഞില്ല, തുളച്ചു പോടാ. പുറമുഴവുചാല കീറുന്നവനോട് പറഞ്ഞു, ഉഴവുചാല കീറടാ. ഒറ്റ ഒരുത്തനോട് പോലും തിരിച്ചൊരു വാക്ക്, യേശുവേ അങ്ങെന്താ പറയാഞ്ഞേ? കർത്താവ് പറയും, നിങ്ങൾ കണ്ടത് ആണി, നിങ്ങൾ കണ്ടത് മുൾക്കിരീടം, നിങ്ങൾ കണ്ടത് താടി വലിച്ചു പറിക്കുന്നത്, നിങ്ങൾ കണ്ടത് ആണിയടിക്കപ്പെട്ട കാല്, ഞാൻ കണ്ടത് എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിങ്ങളെന്ന മഹാസന്തോഷം. ക്യാപ്റ്റൻ എങ്ങനെയുണ്ട്? നിയന്ത്രിക്കാൻ കൊള്ളാം അല്ലേ? കളി പഠിപ്പിക്കാൻ കൊള്ളാം അല്ലേ? ഇതുപോലൊരു ക്യാപ്റ്റനെ കിട്ടിയ ഇനി ആരാ കളി ജയിക്കാത്തെ? പറ 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 പറ. ഇന്ന് ഞാൻ അടി കൊള്ളുമ്പോ ക്യാപ്റ്റൻ പറയുക, സാരമില്ലടാ, ഈ അടി കൊണ്ടിട്ടും ഞാൻ കളിക്കളത്തിൽ നിന്ന് ജയിച്ചവനാ. എത്ര പേർക്ക് മനസ്സിലാവുന്നു അറിയില്ല. കളിക്കളത്തിൽ നിങ്ങൾ വീണേക്കാം, മുട്ടുപൊട്ടിയേക്കാം, ചോരയൊലിച്ചേക്കാം, പലരും നിങ്ങളെ തട്ടിയിട്ടേക്കാം, പലരും നിങ്ങൾ വീണത് ആഘോഷിച്ചേക്കാം. പക്ഷെ കളിക്കളം വിട്ടുപോകരുത്. കാരണം ഗാലറിയിൽ ആഘോഷമേ ഉള്ളൂ, കളിക്കളത്തിൽ നിൽക്കുന്നവന് ജയം അനുഭവമാ. തുടങ്ങി ആ ജയം ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു ഇതിനകത്ത് അയച്ചുകൊണ്ടിരിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കുന്ന അറിയത്തില്ല. ഇല്ല, ഇന്ന് ആരോടൊക്കെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, ആളറിയാത്ത അപമാനം പേറുവാണോ നീ? ചിരിച്ചോ, നല്ലായിട്ട് ചിരിച്ചോ, പല്ല് കാണിച്ച് ചിരിച്ചോ. സകല തിന്മയും നിങ്ങളെ കുറിച്ച് കളവായി പറയുന്നു, തുള്ളിച്ചാടിക്കോ. കാരണം നിങ്ങൾക്കറിയാം, മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർക്കുമ്പം, ഇതൊക്കെ നല്ല നാടൻ ഭാഷ പറയാം, എന്നോട് പണങ്ങല്ലേ, ചീള് കേസ്. ഐ ഡോണ്ട് കെയർ. ചീള് കേസ്. ഹല്ലേലൂയ. ചീള് കേസ്. ഇതൊന്നും എന്നെ ബാധിക്കയില്ല. പറഞ്ഞു, ഇതൊന്നും എന്നെ ബാധിക്കയില്ല. ഉറക്കെ പറ, ഇതൊന്നും എന്നെ ബാധിക്കയില്ല. ഒന്ന് വായിച്ച വാക്ക്. അവനെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തിട്ട് അപമാനം അലക്ഷ്യമാക്കി. ഇത് സഹിച്ചപ്പം പിറുപിറുത്തില്ല, സഹിക്കാൻ തന്നെ താൻ വിട്ടുകൊടുത്തു. Let it happen എന്ന് പറഞ്ഞു, സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞു, എന്നെ വേണേ സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഓഫ്, ഹല്ലേലൂയ. കർത്താവ്, എങ്ങനെ ഇത് പറ്റി? മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം. ഒന്ന് പറഞ്ഞേ, മുമ്പിൽ വെച്ചിരുന്ന, ഉറക്കെ പറ, മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തിട്ട് വായിച്ചു. ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. സന്തോഷം ഓർക്കാതെ അപമാനം അലക്ഷ്യമാക്കാൻ പറ്റൂല. സന്തോഷം ഓർത്താൽ അപമാനം അലക്ഷ്യമാക്കാതിരിക്കാനും പറ്റില്ല. ഇങ്ങോട്ടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഒന്ന് പറഞ്ഞേ, ഇങ്ങോട്ടി നേരത്തേക്കുള്ള. എന്ന എബ്രായ ലേഖനത്തിൽ ഇത് പറയുന്നത് അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം സംഭവിച്ചു. മനസ്സിലാക്കിയ വചനത്തിന്റെ സത്യം വിട്ടിട്ട് അവർ പലരും പുറകോട്ട് പോയി. അവരെ പലരും ഉപദ്രവിപ്പാനിടയായി. ഉപദ്രവിപ്പാനിടയായപ്പോ അവർ പുറകോട്ട് പോയപ്പോ പറയാ, ഇതൊന്നുമില്ലാത്തൊരു ജീവിതത്തിലേക്കല്ല മക്കളെ നിങ്ങൾ വന്നിരിക്കുന്നേ. പക്ഷെ ഇതിന്റെ കൂടെ ഒരു മഹാസന്തോഷവും കൂടെ ഇതിനപ്പുറത്തുണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, ഇതിനപ്പുറത്ത്. ഓ, ഈ അപമാനം കൊണ്ട് തീരത്തില്ല. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് പ്രവചിച്ച, ഈ അപമാനം കൊണ്ട് തീരത്തില്ല, ഈ അവിഖ്യാതി കൊണ്ട് തീരത്തില്ല.
ഈ അപമാനം കൊണ്ട് തീരത്തില്ല. ഇതിനപ്പുറത്തൊരു അധ്യായമുണ്ട്. ഏതാ അധ്യായം? ഇവിടെ അത് വായിക്കുന്നുണ്ട്. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ക്രൂശിൽ തീരുകയും ചെയ്തു എന്നാണോ? അല്ല. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ക്രൂശിൽ തീർന്നു പോയി. അങ്ങനെയാണോ? അടുത്ത വാക്യം അറിയാവുന്നവരൊന്ന് ഉറക്കെ വായിച്ചേ. എബ്രായർ 12:2 അവസാന ഭാഗം. അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. അടുത്തത് ദൈവസിംഹാസനത്തിന്റെ കണ്ടോ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഭൂമിയിൽ തകർക്കപ്പെട്ടവനെ സ്വർഗത്തിൽ ഇരുത്തി. ഇവിടെ ഉടഞ്ഞവനെ അവിടെ ഇരുത്തി. ഇവിടെ താടിരോമം വലിച്ചു പറിച്ചവനെ അവിടെ ഇരുത്തി. സ്വർഗത്തിൽ. പറഞ്ഞേ, സ്വർഗത്തിൽ. പിതാവിന്റെ വലത്തുഭാഗത്ത്. കൊളോസ് ലേഖനം പറയുമ്പോ പറയുന്നു, എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും എല്ലാ ശക്തിക്കും മീതെ, അത്യന്തം മീതെ അവനെ ഇരുത്തി. ഇന്ന് 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 ഈ ക്യാപ്റ്റനാ എന്റെ കൂടെ നിൽക്കുന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ കളിക്കളത്തിൽ പൈനിയറാ. ഞാൻ അധികം കളി പഠിച്ചിട്ടില്ലാത്തവനാ, പക്ഷെ തന്ത്രം അറിയാവുന്നവനാ എന്റെ കൂടെ നിൽക്കുന്നേ. എവിടൊക്കെ എന്നൊക്കെ പ്ലേസ് ചെയ്യണം. ഫുട്ബോൾ കളിക്കാരൊക്കെ ഇരിക്കുന്നത്, എവിടൊക്കെ എന്തൊക്കെ പ്ലേസ് ചെയ്യണം, എവിടുന്ന് എങ്ങനെ പ്ലേസ് ചെയ്താൽ ആ പാസ് ഗോളാകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ക്യാപ്റ്റൻ അറിയാം. ക്യാപ്റ്റൻ അറിയാം. മുഴുവൻ കളിയും നിയന്ത്രിക്കുന്നവൻ ക്യാപ്റ്റനാ. ഞാൻ ക്യാപ്റ്റന്റെ നിർദ്ദേശം അനുസരിക്കുന്നേ ഉള്ളൂ. അടുത്തിരിക്കുന്നവരോട് പറയാൻ, കളി നിയന്ത്രിക്കുന്നത് ഞാനല്ല, ഞാൻ ക്യാപ്റ്റനെ അനുസരിക്കുന്നേ ഉള്ളൂ. ഒരാൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക എന്നെ, ഒരാൾ ഭരിച്ചുകൊണ്ടിരിക്കുക എന്നെ. ഞാൻ അവന്റെ നിയന്ത്രണത്തിന്റെ കീഴില. ഇല്ല, വഴിയിൽ തീരത്തില്ല. തന്റെ ഇടത്തോടെ പറഞ്ഞു, തീരും. അവള് തീർന്നു, അവളെ ഇനി നോക്കണ്ട. അവൻ തീർന്നു, അവനെ ഇനി നോക്കണ്ട. പൊന്നു മോനെ, ഒരിടത്തും തീരത്തില്ല. കല്ലറയിൽ തീർന്നെന്ന് പറഞ്ഞ അടച്ചവനെ സിംഹാസനത്തിൽ ഇരുത്തി മാനിച്ചവനാ എന്റെ ഉള്ളിൽ. എത്ര പേര് കേൾക്കുന്നു അറിയത്തില്ല. കല്ലറയിൽ തീർന്നെന്ന് പറഞ്ഞ് അടച്ചു വെച്ചവനെ സിംഹാസനത്തിൽ ഇരുത്തി മാനിച്ചവനാ എന്റെ ഉള്ളിലിരിക്കുന്നേ. ഇവിടം കൊണ്ട് തീരത്തില്ലെന്ന് മാത്രമല്ല, ഇത് തുടരുക തന്നെ ചെയ്യും. ധൈര്യമായിട്ട് പറ, ഇത് തുടരുക തന്നെ ചെയ്യും. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്നോട് പറയുന്നു, വിശ്വാസത്തിന്റെ നായകൻ ആരുടെയൊക്കെയോ കൈക്ക് പിടിച്ചോണ്ടിരിക്കുക, പൂർത്തി വരുത്തുന്നവൻ ആരുടെയൊക്കെയോ കൈക്ക് പിടിച്ചോണ്ടിരിക്കുക. ആരൊക്കെ വിശ്വാസത്താൽ ആ നായകന്റെ നായകത്വം ഏറ്റെടുക്കുക, ആരൊക്കെ വിശ്വാസത്താൽ ആ നായകന്റെ നായകത്വം ഏറ്റെടുക്കുക. ആരൊക്കെ പറയുന്ന, കർത്താവ് നീ എന്റെ നായകനായാൽ എന്റെ പരാജയം ജയത്തിന് വഴിമാറും. അതാ ഇന്ന് കർത്താവ് പലരോടും പറയുന്നത്, നിന്റെ പരാജയം ജയത്തിന് വഴിമാറും. യേശു എന്ന നായകൻ നിന്റെ കരത്തിനൊന്ന് പിടിച്ചാൽ ആ നായകൻ ഇന്ന് കളി ഏറ്റെടുത്തിരിക്കുക. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. എല്ലാം സഹിച്ചിട്ട് ജയിച്ചവൻ. ഒന്ന് പറഞ്ഞു, യേശുവിന്റെ പേരൊന്ന് പറഞ്ഞു. എല്ലാം സഹിച്ചിട്ട് ജയിച്ചവൻ. ഇവിടെ ഇവിടെ പറയുക, അലക്ഷ്യമാക്കി വെച്ചിരുന്ന സന്തോഷം ഓർത്തിട്ട് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ക്രൂശിനെ സഹിച്ച് ക്രൂശിൽ തീർന്നില്ല, ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തവനെ. ഇനി മൂന്നാമത്തെ വാക്യം, ഇത് നിങ്ങളുമായിട്ട് ബന്ധം. മൂന്നാമത്തെ വാക്യം വായിച്ചേ. ഇത് നിങ്ങളും യേശുവിന് ഇതൊക്കെ ഉണ്ടായിട്ട് എനിക്ക് എന്നാ ബ്രദറെ ഗുണം? കൊരിന്ത്യാലേഖനം കൊണ്ട് കോഴഞ്ചേരിക്കാർക്ക് എന്നാ ഗുണം? നിങ്ങളുടെ ഗുണമെന്ന് എഴുതി വെച്ചോ. അത് അടുത്ത വായിച്ചോ. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. എന്തിനാ ഇത് പറയുന്നേ? എന്തിനാ ഇത് പറയുന്നേ? യേശുവിന് ഇതൊക്കെ ഉണ്ടെന്ന് എന്തിനാ നിങ്ങളോട് പറയുന്നേ? ഇതെല്ലാം ഉണ്ടായിട്ട് യേശു ജയാളിയായില്ലേ? ഇതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവൻ യേശു, അവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. അടുത്തിരിക്കുന്ന അവരോട് പറയാം, നിങ്ങളുടെ ഉള്ളിൽ. തിരി ഒരാൾക്ക് കരം കൊടുത്തത് പറഞ്ഞേ പറ്റൂ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. മടുപ്പ് വരാൻ സാധ്യതയുണ്ട്, പക്ഷെ മടുപ്പ് ഇങ്ങോട്ട് കേറി വരരുത്. വരുന്ന വഴിക്ക് അത് പോക്കോടാം. ഹല്ലേലൂയ. ക്ഷീണം വരാൻ സാധ്യതയുണ്ട്, പക്ഷെ നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ പാടില്ല.
കാരണം ഇതെല്ലാം സഹിച്ചിട്ടും അവൻ ക്ഷീണിച്ചു പോയില്ലല്ലോ. Oh Jesus. Hallelujah. ഹെരോദാവ് ഒരു ദിവസം പറഞ്ഞു, ഞാൻ അവനെ തീർക്കും. നാട്ടുരാജാവായ ഹെരോദാവ് പറഞ്ഞു, ഞാൻ യേശുവിനെ തീർക്കും. ഇവന്റെ പരിപാടി ഇനി ഇവിടെ നടത്തുകയില്ല. ഇനി ഇവൻ ഈ പട്ടണത്തിൽ രോഗിയെ സൗഖ്യമാക്കുകയില്ല. അപമാനം കേട്ട ഉടനെ വാലും ചുരുട്ടി പട്ടണം വിട്ടെന്നല്ല യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നേ. നാട്ടുരാജാവായ ഹെരോദാവിനോട് പറഞ്ഞു വിട്ട വാക്ക് അറിയാവുന്നവര് പറ, ആ കുറുക്കനോട് പോയി പറ 3 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവുന്നു. Hallelujah. Jesus. ആ കുറുക്കൻ ആരാ കുറുക്കൻ? കുറുക്കനെ ഓർമ്മയില്ലേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം അന്വേഷിക്കുകയായിരുന്നു, എന്തിനാ ഈ കുറുക്കന്മാര് കൂവുന്നേ? പ്രത്യേകിച്ച് ഒരു കാരണമില്ല. സത്യം പറയാ, പ്രത്യേകിച്ച് ഒരു കാരണമില്ല. പട്ടി കുരയ്ക്കുന്ന കള്ളനെ കണ്ടിട്ടാണ് കുറുക്കൻ കൂവാൻ പ്രത്യേകിച്ച് ഒരു കാരണമില്ല. എന്നാൽ ഒരു കുറുക്കൻ കൂവിയാലോ ഇതാണ്ട് ഘോഷയാത്ര പോലെയാ. തൊട്ടടുത്തവന് സിഗ്നൽ കൊടുത്തിട്ട് ഇവൻ കൂവുന്നത്. ഇവൻ ഇവിടുന്ന് കൂക്ക് ഇന്നത്തെ കാലത്ത് എവിടെ കുറുക്കന്മാരെ കാണാനുള്ളത്? എന്നാൽ കണ്ട ഒരു കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് വരുന്നുണ്ടാകും. ഒരു കൂക്ക് കൂവുമ്പോ അടുത്ത കൂക്ക് കൂടെ കൂവുന്നവനാ കുറുക്കൻ. ഹല്ലേലൂയ. ഇതായിരുന്നു ഹെരോദാവ്. നേരിട്ട് കൂവാൻ മിടുക്കില്ല, വല്ലവരും കൂവുന്ന കാണുമ്പോൾ കൂടെ കൂവുന്നവൻ. വേറെ ആരും ഇതുവരെ ഹെരോദാവിനെ നോക്കി ഈ പേര് വിളിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. കർത്താവിന് മനസ്സിലായി എന്റെ സ്വഭാവം അതാ, പിന്നെ അതിനെ പേര് വിളിക്കുന്നതിന് മടങ്ങി ആ കുറുക്കനോട് പോയി പറ, അയ്യോ കർത്താവെ നാട്ടുരാജാവിനെ കുറുക്കൻ എന്നൊക്കെ വിളിച്ചാൽ എങ്ങനെയാകും? തൊടത്തില്ല. പിതാവ് നിശ്ചയിച്ച വ്യക്തിയല്ലാതെ, പിതാവ് നിശ്ചയിച്ച സമയത്തല്ലാതെ മുടിനാരിൽ ഒരെണ്ണം പറിക്കാൻ ഒരുത്തനും പറ്റത്തില്ല. ഭയങ്കര അഭിഷേകം ഇതിന്റെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. കർത്താവ് ആരോടൊക്കെയോ പറയുന്നു, ഈ പ്രതിസന്ധി നിന്നെ മുക്കിക്കളയുന്ന നീ പറയുന്നേ, പക്ഷെ പിതാവ് നിശ്ചയിച്ചിട്ടല്ലാതെ ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇത് കഴിഞ്ഞ് നീ ഇല്ലെന്നാ എല്ലാവരും പറയുന്നത്, പക്ഷെ ഇത് കഴിഞ്ഞ് നിന്റെ അധ്യായങ്ങൾ തുടങ്ങാൻ പോകുന്നേ. നിന്റെ ഇന്നത്തെക്കാൾ നിന്റെ നാളെ ഏറ്റവും ശോഭയുള്ളതാണെന്ന് അറിഞ്ഞ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം പോലും യേശു അപമാനം അനുഭവിച്ചപ്പോ തിരിച്ചടിച്ചില്ല, തിരിച്ചൊരു വാക്ക് പറഞ്ഞില്ല, അടിച്ചവനോട് അടിക്കരുതെന്ന് പറഞ്ഞില്ല, ഉപദ്രവിച്ചവനോട് കാരണം കർത്താവിന് അറിയാമായിരുന്നു ഈ അടി കൊണ്ട് ഞാൻ തീരത്തില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ ഒരു ഞായറാഴ്ച വരുന്നുണ്ട്. വെള്ളിയാഴ്ച അടിയാണോ കുഴപ്പമില്ല, ഞായറാഴ്ച അടിച്ചവന്റെ മേളിലുള്ള പൊങ്ങലാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈസ്റ്റർ ഒരു സന്ദേശം നിങ്ങളോട് പറഞ്ഞു. ആ സന്ദേശം ഇതാ, കല്ലറയ്ക്ക് സത്യത്തെ ഒതുക്കി വെക്കാൻ പറ്റില്ല. ആ സത്യം ഇന്നും പടർന്നുകൊണ്ടിരിക്കുക. ഒരു സത്യത്തെയും കല്ലറയ്ക്ക് ഒതുക്കി വെക്കാൻ പറ്റുകയില്ല. കല്ലറയെ പൊളിച്ച് സത്യം പുറത്തു വരും, കാരണം സത്യം സത്യമാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വ്യക്തമായിട്ട് പലരോട് യേശു പറയാനായിട്ട് പറയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പലരും അപമാനം സഹിക്കുന്നവരുണ്ട്. പാപികളാൽ തനിക്ക് നേരിട്ട അതേ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. തളരരുത്, തകരരുത്, തലകുനിക്കരുത്, വേണ്ടെന്ന് പറയരുത്. ഈ സമയത്ത് മിണ്ടാതിരി. അടുത്തിരിക്കുന്ന ആളോട് പറ, ഈ സമയത്ത് പ്രതികരിക്കണ്ട, മിണ്ടാതിരി, ശാന്തമായിട്ടിരിക്കെ. നിന്റെ ടേൺ വരുന്നുണ്ട്, നിന്റെ സമയം വരുന്നുണ്ട്. ഏയ് ഹല്ലേലൂയ. ഇപ്പൊ അവർക്ക് ജയിച്ച പോലെ തോന്നും, ആഘോഷിക്കട്ടെ. ഇപ്പൊ അവർക്ക് ജയിച്ച പോലെ തോന്നും, ആഘോഷിക്കട്ടെ. പക്ഷെ നിനക്കല്ലേ അറിയത്തുള്ളൂ, ക്രൂശിൽ ജയത്തിന്റെ ഉത്സവമാണ്. എല്ലാവർക്കും ക്രൂശ് തകർന്ന സ്ഥലമാ ജോയ് ബ്രദറെ. എല്ലാവർക്കും ക്രൂശ് ഉടഞ്ഞ സ്ഥലമാ. എല്ലാവർക്കും ക്രൂശ് വേദനയുടെ സ്ഥലമാണ്. ചോദിക്കുക യേശുവിനോട്, യേശുവേ ക്രൂശ് അങ്ങേക്ക് വേദനയുടെ സ്ഥലമാണോ? യേശു നിങ്ങളോട് പറയും, വാഴ്ചകളെയും അധികാരങ്ങളെയും ഞാൻ ആയുധവർഗം വെപ്പിച്ച സ്ഥലമാ ക്രൂശ്. ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയ സ്ഥലമാ ക്രൂശ്. ഒന്നും എന്നെ ഒതുക്കിയല്ലെന്നും സകലത്തെയും ഞാൻ ഒതുക്കുമെന്നും തെളിയിക്കാൻ ഞാൻ കണ്ടെത്തിയ പ്ലാറ്റ്ഫോമാ ക്രൂശ്. തുടങ്ങി ഇതിനകത്ത് ദൈവശക്തി പാഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവ് എന്നോട് പറയുന്നു, തളരരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ പിടിച്ച് ധൈര്യപ്പെടുത്തുക. ബ്രദറെ, തളരരുത്. ഈ പോർക്കളത്തിൽ ഓട്ടുകളത്തിൽ പലതും കേൾക്കേണ്ടി വരും, പലതും കാണേണ്ടി വരും, പലതും കേൾക്കേണ്ടി വരും. പക്ഷെ തളരരുത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, തളരരുത്. ഒപ്പം നിൽക്കുന്നവൻ ചുംബനം കൊണ്ട് ഒറ്റ കൊടുക്കും.
നീ പണസഞ്ചി ഏൽപ്പിച്ചവൻ തന്നെ നിനക്ക് ഉമ്മ വന്നിട്ട് നിന്നെ വിട്ടേച്ചു പോകും. ഹല്ലേലൂയ. നിനക്ക് ഉമ്മ വന്നിട്ട് നിന്നെ വിട്ടേച്ചു പോകും. നിന്നെ പിടിക്കാൻ ചേവകരുടെ കയ്യിൽ ഏൽപ്പിക്കും. പക്ഷെ തളരരുത്, തളരരുത്. ഞാൻ തളർന്നിട്ടില്ല. 3.5 കൊല്ലം യൂദയെ കൂടെ കൊണ്ട് നടന്നിട്ട് ഒരു പ്രാവശ്യം പോലും നീ എന്നെ തള്ളി പറയാനുള്ളവനല്ലേടാ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഓ കർത്താവേ, യേശുവിന് യൂദയെ വിളിക്കുമ്പോഴേ അറിയത്തില്ലായിരുന്നോ ഇവനാ പ്രശ്നക്കാരനെന്ന്? പക്ഷെ 3.5 കൊല്ലത്തിനിടെ അനീഷെ ഒറ്റ പ്രാവശ്യമെങ്കിലും വന്നേക്കുന്നു, നീ ആടാ നാശയോഗ്യൻ പറഞ്ഞോ? പറഞ്ഞില്ല. എന്നെ കർത്താവേ അങ്ങ് പറയാഞ്ഞേ. യേശുവിന് യൂദ ഒരു ഡീലല്ലായിരുന്നു. ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരുടെ ഭാഷയെ പറയാം, യേശുവിന് യൂദ ഒരു സീൻ അല്ലായിരുന്നു. കർത്താവിന് യൂദ ഒരു സീനല്ല. കർത്താവിന് അറിയായിരുന്നു, ഒരു യൂദ ഉണ്ടെങ്കിലേ എനിക്കൊരു കൂട്ടം മക്കളെ കിട്ടത്തുള്ളൂ. എനിക്കൊരു കൂട്ടം മക്കളെ കിട്ടത്തുള്ളൂ. ഒരു നാശയോഗ്യൻ ഉണ്ടെന്നേ വചനം പറഞ്ഞുള്ളൂ. അത് നീ ആകണം വേണ്ടെന്ന് നിനക്ക് തീരുമാനിക്കാം. ഒരു നാശയോഗ്യൻ ഉണ്ടെന്നേ വചനം പറഞ്ഞിട്ടുള്ളൂ. അത് നീ ആകണം വേണ്ടെന്ന് നിനക്ക് തീരുമാനിക്കാം. കൃപ. ഹല്ലേലൂയ. എന്റെ മേലെ ആ നാശയോഗ്യത വീഴണ്ട എന്ന് പറയുന്നവർക്ക് സ്തോത്രം. എന്തെല്ലാം സഹിച്ചു ഓടുന്ന ഒരു പ്രാവശ്യം പോലും. ഓ കർത്താവേ, ഓ ഹല്ലേലൂയ. പാപികളാൽ വായിച്ചോ പാപികളാൽ നിങ്ങളുടെ ഉള്ളിൽ, മൂന്നാമത്തെ വാക്യം 12:3, എബ്രായർ 12:3. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെ, ധ്യാനിച്ചുകൊള്ളുവീൻ. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം. അടുത്തിരിക്കുന്ന ആള് പറ, ഇവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. പറഞ്ഞാട്ടെ, ഇവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഞാൻ 2ാം വാക്യത്തിലേക്ക് പോയിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നായകൻ മാത്രമല്ലവൻ പൂർത്തി വരുത്തുന്നവനോടെ ഒരു സംശയം വേണ്ട. എന്താകുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? തുറന്നു പറയാം, ഒന്നും ആകാൻ പോകുന്നില്ല. എങ്ങനെ, ഇങ്ങനെ, ഏതുവഴി, ഇതുവഴി, എപ്പോ, ഇപ്പോ. എത്ര പേര് ക്യാപ്റ്റന്റെ കൂടെ കളിക്കളത്തിൽ ഒന്ന് കളിക്കാൻ ഇറങ്ങുന്നു? പറഞ്ഞേ. എന്നിട്ട് പറയാണ്, സാധാരണ രീതിയിൽ ഏത് കളി ആയിക്കോട്ടെ, കളിയിലാണോ ശ്രദ്ധിക്കേണ്ടത്, ക്യാപ്റ്റനെ ആണോ ശ്രദ്ധിക്കേണ്ടത്? പറ, നിങ്ങൾ പറ. കളിയല്ല ഇത് എന്ന് പറയുന്നതിന്റെ ആശയം ഇതാണ്. ഏത് കളിയിലും കളിയെയാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഈ കളി മാത്രം പറയുക ക്യാപ്റ്റനെ ശ്രദ്ധിക്കാൻ. എന്നാ കാര്യം? സകല കളികളിലും ക്യാപ്റ്റന്മാർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ ക്യാപ്റ്റനാ എല്ലാം ചെയ്യുന്നേ. ഹല്ലേലൂയ. ഇവിടുത്തെ ക്യാപ്റ്റനാ കളിക്കുന്നേ. എന്നാ പറഞ്ഞതിന്റെ അർത്ഥം? ഓ, മേളിൽ കണ്ടില്ലേ അത്? വിശ്വാസത്തിന്റെ നായകനും 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. കണ്ടോ, അവനെ മാത്രം നോക്കുക. നോക്കുക എന്ന പ്രയോഗം ഇതിനു മുമ്പ് എബ്രായ ലേഖനത്തിലുണ്ട്. നിങ്ങൾക്കറിയാലോ, 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അത് തന്നെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക, സൂക്ഷിച്ചു നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. എന്നാ കാര്യം? ഇവനെ നോക്കിയച്ചാ മതി. ഇവനെ നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവന്റെ മുഖത്ത് നോക്കിയ ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. ഒന്നാമത്തെ ഒന്ന് വിളിച്ചോ, യേശുവേ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ മക്കളെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല, നിങ്ങളുടെ അന്തം എന്താകുമെന്ന് എല്ലാരും ചിന്തിക്കുന്നുണ്ടാകാം. നിങ്ങൾ ഇന്നായിരിക്കുന്ന കർത്താവിനോട് പറയുന്നു, കുടുംബങ്ങളുടെ അകത്തേക്ക് ഈ പൂർത്തീകരണം വരികയാണ്. നായകനിലുള്ളതാ പൂർത്തീകരണം. ഞാൻ അതോട് ഒറ്റ വാക്കിലൊന്ന് പറയാം. കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. വിശ്വാസത്തിന്റെ നായകനും, അടുത്ത പദം ഒന്ന് പറഞ്ഞു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. യേശു പൂർത്തിയാക്കിയവനാ. ഒന്ന് പറഞ്ഞേ, പൂർത്തി വരുത്തുന്നവനാ. ഹല്ലേലൂയ. ഉറക്കെ പറ, പൂർത്തി വരുത്തുന്നവനാ. അവന് പൂർത്തി വരുത്താൻ പറ്റും, കാരണം അവൻ പൂർത്തീകരിച്ചവനാ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, വി ബിലീവ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്. ഞങ്ങൾ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നവരുടെ കരമടിച്ചേ. ഞങ്ങൾ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. ഇത് പറയുമ്പോൾ, ഇത് നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ
പറഞ്ഞപ്പോ എന്നതാ ഈ പൂർത്തീകരണ പ്രവൃത്തി? ഇതാ പൂർത്തീകരണ പ്രവൃത്തി. തുടങ്ങുന്നവന് ഞാനല്ല, പൂർത്തീകരിക്കുന്നവന് ഞാനല്ല. ഞാൻ ജസ്റ്റ് നിന്നു കൊടുത്തേ ഉള്ളൂ. എന്നെ അവസാനത്തിൽ എത്തിച്ചത് അവന്റെ കൃപയാ. ആ കൃപ ഇന്നിവിടെ അടിച്ചോണ്ടിരിക്കുകയാണ്. കരമുയർത്താമോ? എന്നോട് ചേർന്ന് ഈ കൃപയ്ക്കായിട്ട് നന്ദി പറയാമോ? എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ. എല്ലാ 2 കരവും ഉയർത്തിയാട്ടെ. യേശുവിനെ വിളിച്ചാട്ടെ. കമോൺ, കമോൺ. ഈ സമയത്ത് യേശുവിനെ വിളിച്ചാട്ടെ. പാപികളാൽ തനിക്ക് നേരിട്ട മുഴുവൻ കഷ്ടത്തെയും അതിജീവിച്ച് ജയാളിയായ യേശുവിനെ ഈ നിമിഷം ധ്യാനിച്ചാട്ടെ. ഈ തകർച്ച കൊണ്ട് നിങ്ങൾ തീരുകയില്ല. ഈ തളർച്ച കൊണ്ട് നിങ്ങൾ തീരുകയില്ല. ഇതിനപ്പുറത്ത് നിങ്ങളുണ്ട്. എന്റെ കുഞ്ഞിന്റെ ഗതി എന്താകും എനിക്കറിയില്ല. നിങ്ങൾ അറിയുകയും വേണ്ട. നിങ്ങൾ അറിയുകയും വേണ്ട. ലോകാവസാനത്തോളം എല്ലാ നാളും എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവേ, ഈ നിന്റെ മക്കൾ ഈ വചനത്താൽ സ്വതന്ത്രമാകട്ടെ. ഒരുപാട് അനുഭവിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. രക്ഷിതാവേ, നീ അവരെ സ്വതന്ത്രരാക്കിയാൽ അവർ സ്വതന്ത്രരാകും. നീ അവരെ വിടുവിച്ചാൽ അവർ വിടുവിക്കപ്പെടും. ഈ സെക്കൻഡിൽ തന്നെ യേശുവിന്റെ സ്വാതന്ത്ര്യം ഈ മക്കൾ അനുഭവിക്കട്ടെ. അതിനായിട്ട് നന്ദി. ഞാൻ ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. സ്ഥിരതയോടെ ഓടാൻ ക്യാപ്റ്റൻ ഞങ്ങളുടെ കൈ പിടിച്ചിരിക്കുന്നുണ്ട്. പൂർത്തീകരിക്കുന്നവൻ, പൂർത്തീകരിച്ചവൻ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നതിനായിട്ട് സ്തോത്രം. താങ്ക് യു ജീസസ്. നന്ദി യേശുവേ. ആമേൻ, 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 ആമേൻ. അടുത്തിരിക്കുന്നവരോട് പറ, തുടക്കം മാത്രമല്ല ഒടുക്കം നിനക്കറിയാം. അങ്ങേ നാമം ചൊല്ലി